ഹലോ എവ്രിവൺ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്ന് പറയാൻ പോകുന്ന ഒരു ടോപ്പിക് മാരേജ് കപ്പിൾസിന് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് പുതിയതായിട്ട് ന്യൂലി മാരീഡ് കപ്പിൾസിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പൊ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും പിക്സി ടാലന്റ് 1111 എന്ന യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ടോപ്പിക് കേട്ടിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ റീഡിംഗ് ആയിരിക്കും തരാൻ പോകുന്നത്, ഫ്യൂച്ചർ ലൈഫ് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള സജഷൻസും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം. എന്നാൽ അല്ല. ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് റീഡിംഗ് എടുക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ നമുക്ക് സംസാരിക്കേണ്ടതായിട്ട് വരും, പറഞ്ഞ് സൊസൈറ്റീനെ മനസ്സിലാക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരു കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ എല്ലാവർക്കും അവരവരുടെ ലൈഫ് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നമ്മളിപ്പോ ഒരു എത്തിയസ്റ്റ് ആണ്, നമുക്ക് ദൈവത്തിൽ വിശ്വാസമില്ല, നമ്മൾ അങ്ങനെയൊന്നും ചെയ്യില്ല ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞാലും അവസാനം ജീവിതത്തിൽ ബ്ലോക്കേജസ് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ആദ്യം വിളിക്കുന്ന ദൈവത്തിനെ ആയിരിക്കും. അതേപോലെ തന്നെ അതിനൊരു സൊല്യൂഷൻ ദൈവത്തിലോട്ട് അല്ലെങ്കിൽ എന്റെ പ്രശ്നങ്ങൾ മാറാനുള്ള സൊല്യൂഷൻ ആയിട്ട് നമ്മൾ കാണുന്നതും ആസ്ട്രോളജിസ്റ്റ് തന്നെയാണ്, അല്ലെ? അപ്പം ആസ്ട്രോളജിസ്റ്റ് എന്ത് പറഞ്ഞാലും ഏത് പറഞ്ഞാലും അന്ധമായി വിശ്വസിക്കുന്നവരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പം അങ്ങനെ കാണുമ്പം എനിക്ക് വിഷമം തോന്നാറുണ്ട്. കാരണം ഇതെല്ലാം പ്രഡിക്ഷൻസ് ആണ്, പ്രഡിക്ഷൻസ് മാത്രമാണ്. നമ്മൾ പഠിച്ചത് അല്ലെങ്കിൽ ആസ്ട്രോളജിസ്റ്റ് നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചിലവര് പെർഫെക്റ്റ് ആയിട്ട് പറയും, പക്ഷെ എല്ലാവരും പെർഫെക്റ്റ് ആവണം എന്നില്ല, അല്ലെ? അപ്പം അപ്പം നമ്മള് കാണുന്ന ആസ്ട്രോളജിസ്റ്റിനെ പോലെ ഇരിക്കും. അപ്പം എന്റെ ഒരു റിക്വസ്റ്റ് ആണ് ഇതിൽ, നിങ്ങൾ എപ്പോഴും ജെന്യൂൻ ആയിട്ടുള്ള നല്ലൊരു വ്യക്തിയുടെ അടുത്ത് നിന്ന് എപ്പോഴും പ്രിഡിക്ഷൻ എടുക്കാൻ ശ്രമിക്കണം എന്നുള്ളത്. അപ്പൊ പറഞ്ഞു പറഞ്ഞ് നമ്മൾ വേറെ ഏതൊക്കെ വഴിക്ക് പോയി. പക്ഷെ ഞാൻ പറയാൻ ഉദ്ദേശം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം എനിക്ക് കുറച്ച് ക്ലയൻസ്, അതായത് എനിക്ക് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ന്യൂലി മാരീഡ് ആയിട്ടുള്ള കപ്പിൾസിന്റെ പാരന്റ്സിന്റെ ഒരു വിഷമങ്ങളും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് വരുന്നത്. ഒരുപാടല്ല, എന്നാലും കുറച്ചൊക്കെ എനിക്ക് വന്നിട്ടുണ്ട്. ഒരു ഇങ്ങനെ, അതായത് മാരേജ് കഴിഞ്ഞു, മോൾക്കോ അല്ലെങ്കിൽ മോനെയോ ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിലോട്ട് താല്പര്യമില്ല. അപ്പൊ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ കൗൺസിലിങ്ങും കാര്യങ്ങളും കൊടുത്തു, എന്നിട്ടും അവർക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല. ഇതിപ്പോ ഡിവോഴ്സ് ആവോ? ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? ഇപ്പം എല്ലാരും അറിഞ്ഞു, നാണക്കേടായി, അങ്ങനെയുള്ള പരാതികളായിട്ടാണ് ഫാമിലി നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നത്. അതിനെന്തെങ്കിലും റെമഡി ഉണ്ടോ? എന്താണ് ഇങ്ങനെയൊക്കെ വരാനുള്ള കാരണം? ദൈവദോഷമാണോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ചിന്തിച്ചു കൂട്ടി ആസ്ട്രോളജേഴ്സിന്റെ അടുത്തേക്ക് നടക്കുന്ന ഒരുപാട് പാരന്റ്സ് ഉണ്ട് നമുക്ക് ചുറ്റും. കാരണം ചിലപ്പം ഈ ജാതകവും പൊരുത്തവും എല്ലാം നോക്കിയിട്ടൊക്കെ ആയിരിക്കും ഈ മാരേജ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് അറേഞ്ച്ഡ് മാരേജിന്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. അതായത് വീട്ടുകാര് ബന്ധം ഉറപ്പിച്ചിട്ട് ആ ഒരു മാരേജിന് തയ്യാറായിട്ട് രണ്ടുപേര് കൂടി മാരേജ് ചെയ്യുമ്പോൾ അതിനുശേഷം അവർക്ക് പല കാര്യങ്ങളിലും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? ആ ഒരു അവസ്ഥയിലോട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. മനുഷ്യന്റെ ഫീലിങ്സ് പല കാര്യങ്ങളും നമുക്ക് ഹീലിങ്സിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അത് വേറൊരു കാര്യമാണ്. പക്ഷെ നമ്മൾ അങ്ങനെയൊന്നും ചിന്തിക്കാതെ നമ്മൾ നോർമൽ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഒരാളെ ഇഷ്ടപ്പെടുന്നില്ല, നമുക്ക് ഫിസിക്കലി ഒരാളായിട്ട് ഇന്റിമേറ്റ്, അതായത് പല കാര്യത്തിലും ഇടപെടാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് തെറ്റാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ ഹസ്ബൻഡ് ആണ്, നിങ്ങൾ മാരേജ് ചെയ്തു, സപ്പോസ് ആയിപ്പോയി, പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം എന്തായിരിക്കും നിങ്ങളുടെ ഒരു റെസ്പോൺസ്? അല്ലെങ്കിൽ നിങ്ങളുടെ എന്തായിരിക്കും നിങ്ങളുടെ ഒരു വികാരം? ഒന്ന് പറയാൻ പറ്റുമോ? ഒന്ന് പറയട്ടോ. അപ്പം എന്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾക്ക് സമയം എടുക്കണം കുറച്ച്. ഇപ്പൊ നമുക്ക് ഒരിക്കലും അറേഞ്ച്ഡ് മാരേജിൽ നമുക്ക് ചിലപ്പോൾ നമ്മൾ പല കോൺസെപ്റ്റിൽ വളർന്ന ആൾക്കാരായിരിക്കാം. ഒരുപാട് സ്പിരിച്വാലിറ്റി അങ്ങനത്തെ കാര്യങ്ങളോട് തിരിഞ്ഞ് അങ്ങനെ ജീവിക്കുന്ന കുറെ പേരുണ്ടായിരിക്കാം. അപ്പൊ അവരൊക്കെയാണ് മാരേജിനെ നിർബന്ധിച്ച് മാരേജിലോട്ട് കൊണ്ടുവരുന്നതെങ്കിലും അവർക്ക് അവരുടെ പാർട്ട്ണറായിട്ട് പെട്ടെന്ന് ഒത്തുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും, അല്ലെ? അതേപോലെ തന്നെ സെക്ഷുവാലിറ്റി തിരിച്ചറിയാത്തവര്, അങ്ങനെ കുറെ പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പൊ അവർക്ക് പെട്ടെന്ന് ഒരു അറേഞ്ച്ഡ് മാരേജിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങള് ഉണ്ടാവും. അപ്പൊ ആദ്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പേഴ്സണലി ചിന്തിക്കണം. ഓക്കെ, എനിക്കിത് ഓക്കെ ആണോ? എനിക്ക് ആ പേഴ്സണായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമ്മൾ ആദ്യം പേഴ്സണലി ചിന്തിക്കണം. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണിത്, ഇന്നത്തെ കാലഘട്ടം. അത് തെറ്റാണ്, അതല്ലെങ്കിൽ ഞാൻ ചിന്തിക്കേണ്ടത് മോശമാണ്, എന്റെ സെക്ഷുവാലിറ്റിനെ കുറിച്ച് ഞാൻ പറയുന്നത് അതെല്ലാം തെറ്റാണ് എന്ന് പറയുന്നതാണ് തെറ്റ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം മാരേജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കേണ്ടത്
പറയുന്നത് നിങ്ങളുടെ പാർട്ട്ണറാണ്. അത് പാർട്ട്ണർ മാത്രമല്ല, ഇപ്പൊ മാരേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും ഒരു എന്താ പറയാ രണ്ട് ഹൃദയങ്ങൾ ഒന്നാവുന്നത്, അതേപോലെ രണ്ട് കുടുംബങ്ങൾ ഒന്നാവുന്നത് എന്നൊക്കെ പറയും. സത്യമാണ്. നല്ലൊരു ഫാമിലി ആണെങ്കിൽ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാരേജ് കഴിഞ്ഞ് അവർ നെക്സ്റ്റ് എന്ന് പറഞ്ഞ കുട്ടികൾ എന്നൊരു കോൺസെപ്റ്റ് തന്നെയാണ് ഇന്നത്തെ സമൂഹത്തിലുള്ളത്. കുറെയൊക്കെ മാറി വരുന്നുണ്ട് എന്നെങ്കിലും ഇപ്പോഴും ഒരു സാധാരണ ഒരു ഗ്രാമത്തിലോട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും അവർക്ക് ഇമ്പോർട്ടന്റ് മാരേജ് കഴിഞ്ഞ കുഞ്ഞ് എന്നൊരു കോൺസെപ്റ്റ് തന്നെയാണ്. അപ്പൊ നിങ്ങൾ ആദ്യം മാരേജ് ചെയ്യുന്നതിനേക്കാളും മുന്നേ പേഴ്സണലി നിങ്ങൾ ചിന്തിക്കാം. ഓക്കെ, നിങ്ങളെ കൊണ്ട് പറ്റുമോ അയാളെ കൊണ്ടുപോവാൻ? നമ്മൾക്ക് സ്നേഹിക്കാൻ പറ്റുമോ പറ്റില്ല എന്നുള്ളത് വേറെ കാര്യം. അതേപോലെ തന്നെ ആളായിട്ട് ഈ ഫിസിക്കൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾക്കും പറ്റുമോ എന്ന് നമ്മൾ ആദ്യം ചിന്തിക്കണം. കാരണം ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ് ലൈഫിൽ. ഓക്കെ, അപ്പം ആ ഒരു കാര്യം നമ്മൾ ഉറപ്പുവരുത്തണം. അതിനുശേഷം പാരന്റ്സ് നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ മകൾക്കോ മോനോ അങ്ങനെ ആർക്കെങ്കിലും ആയിക്കോട്ടെ നമ്മുടെ കുടുംബത്തില് മാരേജിന് കഴിഞ്ഞതിന് ശേഷം അവർക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല എന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ ആവില്ല വേണ്ടത്. അവരെ സപ്പോർട്ട് ചെയ്യാണ് വേണ്ടത്. അതായത് അവർക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആദ്യം ഈ പറഞ്ഞ പോലെ സമയം കൊടുക്കും നന്നായിട്ട്. അവര് ആ ഒരു അറ്റ്മോസ്ഫിയർ ആദ്യം രണ്ടുപേരും ഡിഫറെന്റ് അറ്റ്മോസ്ഫിയറിൽ വളർന്നു വന്ന വ്യക്തികളാണ്. ഡിഫറെന്റ് കാഴ്ചപ്പാടുകളായിരിക്കും. അപ്പൊ അവർക്ക് പുതിയൊരു കുടുംബത്തിലോട്ട് വരുമ്പോൾ പ്രത്യേകിച്ചും സ്ത്രീകളാണ് ബുദ്ധിമുട്ടുന്നത്. വരുമ്പം അവർക്ക് അഡാപ്റ്റ് ചെയ്യാൻ, അതായത് ആ സിറ്റുവേഷനായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ ഇതെന്റെ പാർട്ട്ണറാണ് എന്ന് അവര് മനസ്സിലോട്ട് ഉറപ്പിക്കാൻ ഒക്കെ സമയമെടുക്കും. അപ്പം ഈ മാരേജ് കഴിഞ്ഞ് അറ്റ്ലീസ്റ്റ് ഒരു 1 year ഒക്കെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്തൂടെ? അവർക്കൊന്ന് മിങ്കിളായിട്ട് അവര് യാത്രകൾ ചെയ്ത് കുറെ കാര്യങ്ങൾ അവർ തിരിച്ചറിഞ്ഞ് ഓക്കെ ഇത് തന്നെയാണ് എന്റെ പാർട്ട്ണർ എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സമയമുണ്ട് അല്ലെ? അപ്പൊ അതേപോലെ തന്നെ അവർക്ക് സമയം കൊടുക്കുക. അവരെ പ്രഷർ ചെയ്യാണ്ട് ഒരു അറ്റ്ലീസ്റ്റ് ഒരു വൺ ഇയർ ഒക്കെ നിങ്ങൾ ഹണിമൂൺ പീരീഡ് തന്നെയായിട്ട് നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കണം. അപ്പോഴേക്കും ടെൻഷനായിട്ട് എന്റെ മോൾക്ക് എന്തോ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ എന്റെ മോൻ എന്തോ പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ടെൻഷൻ അടിച്ച് നിങ്ങൾ കുറെ മന്ത്രവാദത്തിന്റെ പിന്നാലെ പോവുക, ഒരുപാട് സൈക്കോളജിസ്റ്റിന്റെ അടുത്തേക്ക് പോവുക. അതിനുശേഷം മക്കളെ ഒരുപാട് എന്താ പറയാ പേഴ്സണലി ഇപ്പൊ ചീത്ത പറയാ, നീ അത് ചെയ്യ് ഫോഴ്സ്ഫുള്ളി നമ്മൾ ചെയ്യിപ്പിക്കാണ്. അതിന്റെ ഒക്കെ ഒരു കാലഘട്ടം കഴിഞ്ഞു. ഓക്കെ, അങ്ങനെ ചെയ്യരുത് ഒരിക്കലും. അത് നമ്മള് നമ്മുടെ മക്കൾ തന്നെയാണ്. പക്ഷെ അവരും ഒരു ഇൻഡിവിജ്വൽസ് അല്ലേ? അവർക്കും ഒരേ കാഴ്ചപ്പാടുണ്ടാവില്ലേ? അപ്പം ഞാൻ മാതാപിതാക്കളോട് പറയേണ്ടതാണ്, അത് ഒരു തരത്തിൽ തെറ്റ് തന്നെയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ പ്രഷറൈസ് ചെയ്യരുത്. കാരണം ഇത് എന്താ പറയാ ഫസ്റ്റ് സൈറ്റ് കണ്ടിഷ്ടപ്പെട്ട് നമ്മൾ മാരേജ് ചെയ്യല്ലല്ലോ. നമ്മുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങളും ജാതകവും എല്ലാം കാര്യങ്ങളും നോക്കി പണവും എല്ലാം അല്ലേ, നമ്മളെല്ലാ കാര്യങ്ങളും നോക്കി എല്ലാം ശരിയായതിനു ശേഷമാണ് മക്കളോട് മാരേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറയണത്. അപ്പൊ അവർക്ക് ചിലപ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ വേറെ കുറെ ഫീലിങ്സ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ മാറ്റി വെച്ചിട്ടാണ് നമുക്ക് വേണ്ടിയിട്ട് അവര് മാരേജിന് തയ്യാറാവുന്നത്. അപ്പൊ അവർക്ക് കുറച്ച് സമയം കൊടുക്കൂ. കാരണം മാരേജ് കഴിഞ്ഞ് ഒരു 3 months ആയിട്ടും അവർക്ക് പറ്റിയില്ല എന്ന് പറയുന്നത് വലിയ തെറ്റുള്ള കാര്യങ്ങളൊന്നല്ല. അവര് കുറച്ചും കൂടി സമയം എടുക്കട്ടെ, എന്നിട്ട് പതിയെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അവർ വരട്ടെ. ഇനിയും ഞാൻ പറയുകയാണെങ്കിൽ ഒരു 8 to 8 months ആയി 9 months ആയി എന്നിട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ശരി, നിങ്ങൾ കൗൺസിലിങ്ങിന് പോവാം. അതേപോലെ തന്നെ അവർക്ക് എന്താ പറയാ അങ്ങനെയുള്ള റെമഡീസ് ഒക്കെ നിങ്ങൾക്ക് സ്വീകരിക്കാം. കാര്യങ്ങൾ പറഞ്ഞു ചോദിച്ച് മനസ്സിലാക്കി അതിനുള്ള സൊല്യൂഷൻസ് കൊടുക്കാം അല്ലെ? അല്ലെങ്കിൽ അത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഡിവോഴ്സ് തന്നെയാണ് നല്ലത്. ഓക്കെ, അവിടെ പ്രഷറൈസ് ചെയ്തിട്ട് നീ മുന്നോട്ട് പോ, നിന്നെ മാരേജ് ചെയ്തു, നമ്മൾ ഇത്രയും കാശ് ചെലവാക്കിയിട്ടാണ് മാരേജ് ചെയ്തത്, അല്ലെങ്കിൽ ഡിവോഴ്സ് ആയി നീ വീട്ടിൽ വന്നു മറ്റുള്ളവർ എന്ത് വിചാരിക്കും? ഇതൊക്കെ നമ്മള് സീരിയലിലൊക്കെ ഇപ്പോഴും കാണും. ഓക്കെ, പിന്നെ മെട്രോപൊളിറ്റൻ സിറ്റിയിലൊക്കെ ജീവിക്കുന്നവർക്ക് പറയാം ഇതൊന്നും ഇന്നത്തെ കാലത്ത് ഇല്ല എന്ന്. പക്ഷെ ഇപ്പോഴും സാധാരണ കുടുംബങ്ങളിൽ ജീവിക്കുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ തന്നെയാണ്. മാരേജ് കഴിഞ്ഞതിന് ശേഷം അത് സ്വന്തം കുടുംബം അല്ലാണ്ടായിട്ട് എന്താ പറയാ അത്രയും നാളും ജനിച്ചു വളർന്ന വീട് സ്വന്തം കുടുംബം അല്ലാന്ന് വീട്ടുകാർ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പൊ മേ ബി ഇപ്പൊ നല്ലൊരു ജോബ് സെറ്റ് ആയിട്ടുണ്ടാവില്ല. അതുവരെ എന്താ പറയാ ഫുൾ പ്രൊട്ടക്ഷനിൽ കഴിഞ്ഞ് നമ്മള് എന്താ പറയാ ആരും ഇല്ലാത്ത രീതിയിലോട്ട് വരുവാണ്. അപ്പം അവർക്ക് ഒരുപാട് മാനസിക പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അവരോടായിട്ടുള്ള വീഡിയോ ആണ് ഇത് കേട്ടോ. നമ്മളുടെ മക്കള് കല്യാണം കഴിഞ്ഞാലും നമ്മുടെ മക്കള് തന്നെയാണ്. അവര് വേറൊരു എന്താ പറയാ വേറൊരു വസ്തുവോ അല്ലെങ്കിൽ
അങ്ങനെയൊന്നും ആയിട്ടല്ല പോകുന്നത്. നമ്മുടെ മക്കള് തന്നെയാണ്. അപ്പൊ അവർക്കൊരു ബന്ധം പറ്റുന്നില്ല, അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെയാണ് അതിനൊരു നമ്മളായിരിക്കണം അത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ അവർക്കൊരു സപ്പോർട്ട് നൽകിയിട്ട് അതിൽ നിന്ന് പിന്തിരിച്ചിട്ട് അവരെ കരുത്തോടു കൂടി ജീവിതത്തിലോട്ട് കൊണ്ടുവരാൻ. ഓക്കെ, അപ്പം ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച വീഡിയോ. സോ നിങ്ങളുടെ അഭിപ്രായവും നിങ്ങൾക്ക് പറയാട്ടോ. ഞാനിത് ഇങ്ങനെ ഇടാനുള്ള കാരണം നമുക്ക് ക്ലയൻസ് വരുമ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഞാൻ ഒരുപാട് ആസ്ട്രോളജീസിൽ നമ്മൾ വിശ്വസിക്കണം ചില കാര്യങ്ങൾക്ക്. പക്ഷെ എല്ലാതും പ്രതിവിധി അവർക്ക് തരാൻ പറ്റില്ല. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി നമ്മൾ എടുക്കേണ്ട ആക്ഷൻസ് ആണ്, അല്ലെ? അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി.